Hello guys, it's me Suhay CMA, your CMA USA tutor. ഓക്കെ, അപ്പോൾ നമ്മൾ CMA USAയുടെ റെക്കോർഡർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസിലും ഈവൺ മൈ ഓഫ്ലൈൻ സ്റ്റുഡൻസ് വരെ റിക്വസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഓൺലൈൻ ക്ലാസ്. അത്രത്തോളം ഓൺലൈൻ ക്ലാസ് എടുക്കണം എന്ന് വിചാരിച്ച ഒരാളല്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും ഇതിലൊക്കെ പിള്ളേർ ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ CMA USAയുടെ റെക്കോർഡർ ക്ലാസ്സസ് കൊടുക്കുന്നത്. കുറച്ചൊക്കെ ആൾക്കാർക്ക് എന്താ ചെയ്യുക എന്നെ അറിയുണ്ടാവും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മൈസെൽഫ് സുഹൈൽ CMA, എൻ്റെ പേര് സുഹൈൽ എന്നാണ്. അതുപോലെ തന്നെ CMA USAയുടെ ഫാക്കൽറ്റി ആയിട്ട് ഏകദേശം 2 ഇയറായിട്ട് വർക്ക് ചെയ്യുന്നു. ദെൻ CMA USA പാസ്സായത് 18ാമത്തെ വയസ്സിലാണ്. അതിൻ്റെ വലിയൊരു ഡ്രീം ആൻഡ് മൈൽ സ്റ്റോൺ ആണ്. ഓക്കെ, ഇപ്പോൾ ഫാക്കൽറ്റി ആയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ്സിൽ ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. MS റെട്രോ ഒരു ഗ്രോയിങ് റീറ്റെയിൽ സ്റ്റോറാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് ഇനി ഫ്യൂച്ചറിൽ കുറച്ച് ദിവസത്തിനുള്ളിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെൽക്കം ടു അവർ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പേ മൈസെൽഫ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും, ഞാൻ ആരാണെന്നുള്ളതും എന്താണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ പിള്ളേർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇറ്റ്സ് എ ഡെമോ ക്ലാസ്. ഓക്കെ, CMA USA എടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമുണ്ടോ, അതുപോലെ തന്നെ CMA USAയിൽ എന്തൊക്കെ പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ആദ്യം പറഞ്ഞു തരേണ്ട ഒരു സംഭവം, കുട്ടികൾക്ക് അറിയാത്തൊരു സംഭവം എന്താണ്, CMA USA ആരാണ് പഠിക്കേണ്ടത്, അതുകൊണ്ട് എന്താണ് കാര്യമുള്ളത്. ഓക്കെ, പിന്നെ കമ്പാരിസണൊക്കെ വരലുണ്ട്, അതൊന്നും ഡെമോയിൽ നമ്മൾ പറയുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളത് CMA USA ആർക്കാണ് പഠിക്കാൻ പറ്റുക. ഓക്കെ, ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്ക്. ഞാൻ +2 കഴിഞ്ഞ് പഠിച്ച ഒരാളാണ്, അതുകൊണ്ടാണല്ലോ 18 വയസ്സ് പാസ്സായി. എന്നാൽ ഞാൻ പറയാം, ഡിഗ്രി കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ സെക്കൻഡ് പറയുന്നത് ജോബ് ഓൾറെഡി ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോബിന് കയറിയ ഒരാൾ, അവിടെ വലിയൊരു സാലറി കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ വലിയൊരു പൊസിഷൻ കിട്ടുന്നില്ല, എപ്പോഴും ജൂനിയറായിട്ട് അല്ലെങ്കിൽ സാധാ ക്ലറിക്കൽ ജോബ്സോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ജോബ്സോ മാത്രത്തിൽ നിൽക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ലാസ്റ്റ് +2 കഴിഞ്ഞ സ്റ്റുഡൻസ്, ഇവർക്ക് 3 ആൾക്കാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, പിന്നെ എക്സ്പെക്റ്റേഷൻസ്, ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പെക്റ്റേഷൻസ് നല്ല കൂടുതലായിരിക്കും. ഓക്കെ, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, പക്ഷേ അത് ഇത്രയും ഷോർട്ട് പീരീഡിൽ നിങ്ങൾ ചെയ്ത് തീർക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഷോർട്ട് പീരീഡിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആ ഷോർട്ട് പീരീഡ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് വളരെ വലുതാണ്. അതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇത് എടുത്തു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞവർക്കും വർക്ക് ചെയ്യുന്നവർക്കും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്യാവശ്യം മെച്യൂരിറ്റി ആയിട്ടുണ്ടാവും, ജോബുമായിട്ടുണ്ടാവും. ജോബുള്ളവർക്കാണെങ്കിൽ പിന്നെയും ഹൈക്ക് കിട്ടും, അല്ല ജോബില്ലാത്തവർക്കാണെങ്കിൽ പെട്ടെന്ന് ജോബ് കിട്ടും. +2 കഴിഞ്ഞ ആൾക്കാർക്കുള്ള അഡ്വാൻറ്റേജ് അതിൻ്റെ അപ്പുറം പറയാം. ഇതാണ് ഡിഗ്രിക്കാർക്കും വർക്കിംഗ് പ്രൊഫഷണൽസിനുള്ള ഇത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാനർ, സാലറി വളരെ ഇൻഡസ്ട്രിയിൽ വെച്ചിട്ട് ഇൻഡസ്ട്രി സാലറിയാണ്, ബിലോ ആണ് ഉള്ളതാണ്. പക്ഷേ ഒരു സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില്ലാത്തവർക്ക് ജോബ് തന്നെ കിട്ടുന്നില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മളുടെ കോമ്പറ്റിറ്റീവ് മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ +2 കഴിഞ്ഞ ആൾക്കാരല്ലേ, +2 കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് പാസ്സാക്കുക. ഇനിയിപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് തന്നെയാണ്, എത്രയും പെട്ടെന്ന് ഇത് പാസ്സായതിനു ശേഷം വർക്ക് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 18-19 വയസ്സിൽ നിങ്ങൾ CMA USA ക്വാളിഫൈഡ് ആയി ഒരു കമ്പനിയിൽ കയറി. ഓക്കെ, ആ ഒരു കമ്പനിയിൽ കയറി നിങ്ങൾ വർക്ക് ചെയ്ത് 2 വർഷം വർക്ക് ചെയ്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറിയൊക്കെ കിട്ടി വർക്ക് ചെയ്തിട്ട് പിന്നെ പുറത്ത് പോയിട്ട് നിങ്ങൾ, അപ്പം ഇതിന് ഡിഗ്രി ഡിസ്റ്റൻസ് മസ്റ്റാണ്. +2 കഴിഞ്ഞുള്ള ഡിഗ്രി ഡിസ്റ്റൻസ്, എൻ്റെ ഡിഗ്രി കഴിഞ്ഞു ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഡിഗ്രി ഡിസ്റ്റൻസ് മസ്റ്റാണ്. പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ പോസ്റ്റിന് നോക്കുന്നുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ നോക്കുന്നുണ്ട്, അതും ചെയ്യണം. അങ്ങനെയൊക്കെയാണ് പ്ലാൻ. അപ്പോൾ അത് മസ്റ്റാണ്, ഡിഗ്രി എന്തായാലും മസ്റ്റാണ്. നമ്മൾ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ എന്തായാലും ഡിഗ്രി വേണം. ഓക്കെ, പിന്നെ 2 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ +2 കഴിഞ്ഞ ആൾക്കാർക്ക് വളരെ ബെനഫിഷ്യലാണ്. ഏറ്റവും കൂടുതൽ ബെനഫിഷ്യൽ എന്ന് അവർക്കാണ്, ബെനിഫിറ്റ്സ് അവർക്കാണ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, കാരണം ഒരു 23 എത്തുമ്പോഴത്തേന് എന്തായി, ഫുൾ വർക്ക് എക്സ്പീരിയൻസും ആയി, എഡ്യൂക്കേഷൻ വരായിട്ട് ആയി, നോളേജ് ഉണ്ടാവും, എങ്ങനെയാണ് ഒരു വർക്ക് മാനേജ് ചെയ്യാൻ അറിയുണ്ടാവും, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടാൻ പോകുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ 3 ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈ എക്സ്പെക്റ്റേഷനാണ് ഒരു കോഴ്സിനെ കൊല്ലുക എന്ന് പറയും. ഇതെന്തിനുള്ളതാണ്? ജോബ് എൻട്രി. കാരണം നമ്മൾ ഡിഗ്രി PG കഴിഞ്ഞ ആൾക്കാർക്ക് ജോബ് കിട്ടുന്നില്ല. അപ്പോൾ ജോബ് എൻട്രി ഒരു കോമൺ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡോക്ടർ പറയും, ഡോക്ടറിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ല. ഞാൻ CMനെ താത്തി പറയല്ല, ഡോക്ടറിൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ല. കാരണം നിങ്ങൾ എന്താ ചെയ്യുന്നില്ല, അത്ര വർഷം പഠിക്കുന്നില്ല. ഓക്കെ. നേഴ്സിൻ്റെ അവിടേക്ക് എത്തിക്കണോ? നേഴ്സിൻ്റെ അവിടേക്കും എത്തിയിട്ടില്ല. നിങ്ങൾ ഈ എന്താ പറയുക, ചെറിയ നമ്മളുടെ ലാബിലൊക്കെ നിൽക്കുന്ന കോഴ്സസൊക്കെ കണ്ടിട്ടില്ലേ? സയൻസുകാർക്കൊക്കെ അതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ലാബിലൊക്കെ നിൽക്കുന്ന 2 വർഷത്തിൻ്റെ ഡിപ്ലോമ കോഴ്സസ്, ആ കോഴ്സസൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് CMA USA. അപ്പോൾ ഈ MBBS എന്നൊക്കെ പറയുന്നത് CA CMA ഇന്ത്യയൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്കൊരു സയൻസുകാർക്കൊരു ലാബിൽ കിട്ടുന്ന, അല്ലെങ്കിൽ ലാബിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു റെപ്യൂട്ടേഷനോ കാര്യമോ അല്ല CMA USA കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത്രയും ലോവസ്റ്റ് പീരീഡിൽ നിങ്ങൾക്ക് കിട്ടുന്ന റെപ്യൂട്ടേഷൻ അതല്ല. അവിടെയാണ് CMA USAയുടെ ഡിഫറൻസ്. നിങ്ങൾക്ക് നല്ല രീതിയിലൊരു പ്രൊഫഷൻ, ഒരു MBBSകാരൻ്റെ അതേപോലെ തന്നെ ഒരു CAക്കാരൻ്റെ അതുപോലെ തന്നെ CMAക്കാരൻ്റെ അതുപോലെ തന്നെ ഒരു വില, ഒരു കോർപ്പറേറ്റിലൊരു വില, അതുപോലെ നിങ്ങളുടെ ഫാമിലിയിലൊരു വില കിട്ടും. അത്യാവശ്യം അവനാൻ്റെ, അതായത് തൻ്റെ ഏണിങ്സിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ സ്കില്ലിലാണ്. പിന്നെ അതൊരു സംഭവമാണ്. ചിലർ വിചാരിക്കും CMA USA പാസ്സായി കഴിഞ്ഞാൽ എല്ലാവരും കൊടുത്ത് ആസ് യൂഷ്വലി CA CMA ഇന്ത്യ SCA ഒക്കെ തന്നെയാണ് കൊടുന്ന് പാസ്സായ പണി കിട്ടുമെന്ന് വിചാരിക്കുന്നവരുണ്ടോ? ഓഫ് കോഴ്സ് നോ. അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിവുണ്ടോ, നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, ഒരാളോട് പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള പ്രസൻറ്റേഷൻ സ്കില്ലുണ്ടോ, അതുപോലെ തന്നെ നമ്മളുടെ തലയിലുള്ള ബുദ്ധി വെച്ചിട്ട്, നമ്മൾ പഠിച്ച ബുദ്ധി മാത്രം പോരാ, ബുദ്ധി വെച്ചിട്ട് എന്തെങ്കിലും പ്രാക്ടിക്കലി ആ കമ്പനിയിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് ഒരാളെ, ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ലീഡർ ആക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കിങ് ലെയറിലുണ്ടല്ലോ, തോളെ വലുതാക്കി, ഓക്കെ, അത്രേ ഉള്ളൂ. തോളെ ചെറുതായിട്ടൊന്ന് വലിപ്പം കൂട്ടിയപ്പോൾ തന്നെ കമ്പനിക്കൊരു ലീഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ കമ്പനിക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കി. അവിടെയാണ് കാര്യം. അല്ലാതെ ഒരുപാട് നോളജ് കൊണ്ട് കാര്യമില്ല. പക്ഷേ എൻട്രി ചെയ്ത് കിട്ടേണ്ട മക്കളെ, എൻട്രി ചെയ്ത് കിട്ടണം. ഈ CMA USA പോലെ തന്നെ അതുപോലെയുള്ള മറ്റേതെങ്കിലും പ്രൊഫഷണൽ കോഴ്സസ് വേണം. പിന്നെ ആ ഒറ്റ ഇയർ കൊണ്ട് നിങ്ങൾക്ക് ഒരു എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എത്ര സാലറി ആണെങ്കിലും തരാൻ നിങ്ങളുടെ നിങ്ങളുടെ കമ്പനി മുതലാളി, അങ്ങനെ പറയാൻ കിട്ടുന്നില്ല, കമ്പനി മുതലാളി എന്താവും, തയ്യാറാവും. കാരണം നിങ്ങളിപ്പോൾ ഒരു 1 കോടി റുപ്യ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങളെ കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും, നിങ്ങൾക്ക് ഒരു തരും. ഓക്കെ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത്. മൊത്തത്തിൽ എല്ലാവർക്കും ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ നോക്കുന്നത് CMA USAയുടെ ജസ്റ്റ് ഡെമോ ആണ്. അതായത് നമ്മളുടെ എന്തൊക്കെ സെക്ഷൻസ് എന്തൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി എക്സ്ട്രാ, അതൊക്കെ പോകുന്നതിൻ്റെ മുമ്പേ CMA USAയിൽ അത്യാവശ്യം നല്ല കണ്ടൻസ് പഠിക്കുന്നുണ്ട്. ഓൺലി ഇമ്പോർട്ടൻറ്റ് പാർട്സ്, അതാണ് CMA USAയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. ഇതിൽ പഠിക്കുന്ന ഒരു കാര്യവും നമുക്ക് ആവശ്യമില്ലാത്തതില്ല, ഒക്കെ നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് ഒരു കോമൺ മാനിന് ഒരു കമ്പനിയിൽ പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ കഴിയുമോ, നമുക്ക് ഇപ്പോൾ ഞാൻ തന്നെ ബിസിനസ് റൺ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പല രീതിയിലുള്ള ഗ്രോത്ത് വന്നിട്ടുണ്ട്. മാർക്കറ്റിംഗ്, പ്രൈസിങ്, അഡ്വർടൈസിങ്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവൺ പോയിൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ 1 CR വരെ ടേൺ ഓവർ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനി ഫ്യൂച്ചർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഗ്രോത്ത് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഒരു ഭാഗമാവുക എന്ന് പറയുമ്പോൾ ആസ് എ CMA ഐ എം എ പ്രൗഡ് CMA എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അതാണ് ഈ ഒരു തെറ്റിദ്ധാരണകളുള്ള ആൾക്കാരോടും അതുപോലെ ഇതിനെപ്പറ്റി നോളജ് ഇല്ലാത്ത ആൾക്കാരോടും എനിക്ക് പറയാനുള്ളത്. ഓക്കെ. കാരണം ഞാൻ ഒരുപാട് CAക്കാരൊപ്പം CMAക്കാരൊപ്പം CAയുടെ തന്നെ വലിയ പുലികളൊപ്പം ക്ലാസ് എടുത്തിട്ടും അതുപോലെ തന്നെ ഒപ്പം താമസിച്ചിട്ടൊക്കെ പരിചയമുള്ളതാണ് ഫാക്കൽറ്റി റൂമിലൊക്കെ. അപ്പോൾ അവർക്കും അറിയാം CMA USA വലിയൊരു കോഴ്സല്ല എന്നുള്ളത്, എനിക്കും അറിയാം CA വലിയൊരു കോഴ്സാണെന്നുള്ളത്. പക്ഷേ രണ്ടിൻ്റെയും വ്യത്യാസവും രണ്ടിൻ്റെയും ടൈമും
അതിൽ നിന്ന് കിട്ടുന്ന ബെനഫിറ്റും ഒക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാതും അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ഡെപ്തായിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ എന്ത് ചെയ്തത് പറഞ്ഞു തന്നത്. ഓക്കെ, അതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. CA ഫാക്കൽറ്റീസ്, CMA ഇന്ത്യ ഫാക്കൽറ്റീസ്, CMA USA ഫാക്കൽറ്റീസ്, ACCA ഫാക്കൽറ്റീസ്, ലോയേഴ്സ്, ഒരുപാട് ആൾക്കാരെ കാണലുണ്ട്. കാരണം ലോസിൻ്റെ CAD CMA ഒക്കെ ലോസിൻ്റെ പേപ്പേഴ്സ് എടുക്കാൻ അഡ്വക്കേറ്റ്സാണ് വരൽ. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾക്ക് ഡെമോക്ക് വരാം. എന്താണ് CMA USA? ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഭാഗങ്ങളും അത്രയും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് CMA USAയുടെ ഒരു പ്രത്യേകത. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ വെറുതെ അങ്ങനെ നമ്മളിപ്പോൾ ഡിഗ്രി +2 പഠിക്കുന്ന പോലെ എന്തൊക്കെയോ പഠിക്കുന്നു ആ ഒരു തോന്നൽ CMA USAക്ക് നിങ്ങൾക്ക് വരില്ല. കാരണം നിങ്ങൾ ഓരോ സാധനം പഠിക്കുന്നു. ആൻഡ് ഐ ആം ഷുവർ എൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഒരു സാധനം പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം. കാരണം ഞാനൊരു ബിസിനസ് റൺ ചെയ്യുന്നതാണ്. ആസ് യൂഷ്വലി അതെവിടെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതും വേറെ കമ്പനികൾ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതും ബെസ്റ്റ് എക്സാമ്പിൾസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ പിക്ചർ. ദെൻ നമുക്ക് എന്ത് ചെയ്യുക, CMA USAയുടെ സിലബസ് ഒന്ന് എന്ത് ചെയ്യുക, പരിചയപ്പെടാം. ഓക്കെ ഗൈസ്, അപ്പോൾ CMA USAയുടെ സിലബസാണ് ആദ്യം പറയാൻ പോകുന്നത്. CMA USA എന്ന് പറഞ്ഞാൽ 2 പാർട്ടാണ്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. ഓക്കെ, അതിൽ 6 ചാപ്റ്റേഴ്സാണ് വരുന്നത്. അതായത് നമ്മൾ ഇംഗ്ലീഷ് മലയാളം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ 6 ചാപ്റ്റേഴ്സ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഒഫീഷ്യലി അതിനെ പറയുന്നത് സെക്ഷൻസ് എന്നാണ്. സെക്ഷൻ A to സെക്ഷൻ F, 2 പാർട്ടിലും സെക്ഷൻ A to സെക്ഷൻ F. അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവുക, ടോട്ടൽ സെക്ഷൻസ് എത്രയാണ്? എത്രയാണ് ടോട്ടൽ സെക്ഷൻസ് വരിക? 1ൽ 6 സെക്ഷൻസ് ആണെങ്കിൽ 2 കൂടിയും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 12 സെക്ഷൻസ്. ഈ 6 എന്താക്കി, പാർട്ട് 1, അതുപോലെ 6 എന്താക്കി, പാർട്ട് 2. ഓക്കെ, അപ്പോൾ ആകെ 6 സെക്ഷൻസ്, പിന്നെ വേറൊരു 6 സെക്ഷൻസ്. 6 സെക്ഷൻ കൂടി ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ പാർട്ട് 1 പാസ്സായി. അടുത്ത 6 സെക്ഷനും പഠിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ പാർട്ട് 2 പാസ്സായി. ഓക്കെ, ദെൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം പാസ്സായി കഴിഞ്ഞാൽ ഒരാൾക്ക് CMA സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ 2 ഇയർ എക്സ്പീരിയൻസ് വേണം. എന്ത് വേണടാ? അതും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് വേണം, കമ്പനി എക്സ്പീരിയൻസ് വേണം. ഓക്കെ, 2 ഇയർ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അത് ചിലവർക്ക് ഇനി ഡൗട്ട് വരാം. ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിൽ ഓൽക്കുള്ള ഡൗട്ടാണ് ഇത് മുമ്പ് ഉണ്ടാക്കിയാൽ മതി ശേഷം ഉണ്ടാക്കണോ എന്നുള്ളത്. അതായത് CMA USA ക്വാളിഫൈഡ് പാസ്സായതിന് ശേഷം ഉണ്ടാക്കണോ മുമ്പ് ഉണ്ടാക്കണോ? എപ്പോഴായാലും കുഴപ്പമില്ല. നിങ്ങൾ ജനിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഉണ്ടായാൽ മതി, എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. അതായത് പ്രീവിയസ് എക്സ്പീരിയൻസ് കൺസിഡറേഷനിലുണ്ടെന്ന്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ 2 വർഷം കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്ത് CMA USA ക്വാളിഫൈഡ് ആയി, കമ്പനീൻ്റെ ഒപ്പം എന്ത് ചെയ്ത് പാർഷ്യലി മാനേജ് ചെയ്തിട്ട് CMA USA പാസ്സായി. then ആൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ CMA USAയുടെ 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് സർട്ടിഫിക്കേഷന് പ്രൂഫായിട്ട് കൊടുത്താൽ മതി. പിന്നെ എന്ത് ചെയ്യണ്ട, പിന്നെ വേറെ 2 ഇയർ എക്സ്പീരിയൻസ് വേണ്ട. ഓൾറെഡി ആൾക്ക് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പ്രീവിയസ് എക്സ്പീരിയൻസ് അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, സർട്ടിഫിക്കേഷൻ അപ്രൂവൽ കൊടുക്കുമ്പോൾ അത് കൊടുത്താൽ മതി. ക്ലിയർ? പ്രീവിയസും ഓക്കെയാണ്, അതിന് ശേഷം ഓക്കെയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കമ്പൾസറി ആയിട്ട് ഒരു UG അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഏത് സ്ട്രീമോ ആയിക്കോട്ടെ, മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, അറബി എന്തോ ആയിക്കോട്ടെ, നോ ഇഷ്യൂ, ഒരു ഡിഗ്രി വേണം കമ്പൾസറി ആയിട്ട്. അത് IMA നമ്മളുടെ ബോഡി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് അപ്രൂവ് ചെയ്ത ഒരു ഡിഗ്രി ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ നോർമൽ കാലിക്കറ്റ്, കണ്ണൂർ ഇങ്ങനത്തെ യൂണിവേഴ്സിറ്റീസ്, നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി ആസ് യൂഷ്വലി ഫുള്ളി എന്താണ് അപ്രൂവ്ഡ് ആണ്. ഇനി ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മളുടെ IMAയിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഡിഗ്രി അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് നോക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വേണം സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ? ആദ്യം നിങ്ങൾ എന്താവണം, 2 എക്സാം ഒന്നും ഇങ്ങോട്ട് എന്താവണം, പാസ്സാവണം. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്ത് വേണം, നിങ്ങൾക്ക് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇത് എത്ര ടൈം പീരീഡിൻ്റെ ഉള്ളിലാണ് തീർക്കേണ്ടത്? ഇതെല്ലാം നിങ്ങൾ തീർക്കേണ്ടത് CMA USA പാസ്സായതിന് ശേഷം നിങ്ങൾക്ക് ഡിഗ്രി തീർക്കണമെങ്കിൽ ഡിഗ്രി തീർക്കാം, അതുപോലെ തന്നെ 2 ഇയർ എക്സ്പീരിയൻസ് എടുക്കണമെങ്കിൽ എടുക്കുക. നോർമലി എല്ലാവരും എന്താ കാണിക്കുക, ഡിഗ്രി CMA USAൻ്റെ ഒപ്പം എടുക്കും. CMA USA 1.5 വർഷം കൊണ്ട് പാസ്സാവും. ദെൻ ഡിഗ്രി അങ്ങനെ പേഴ്സിംഗ് ആയിട്ട് പോകും. അതിൻ്റെ ഇടയിൽ 2 ഇയർ എക്സ്പീരിയൻസും ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ എത്ര വർഷത്തിനുള്ളിൽ? 7 ഇയേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2025 ഞാൻ CMA USA പാസ്സായി. ഞാൻ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് എന്നു, ഡിഗ്രി 3rd ഇയർ ആണ് അല്ലെങ്കിൽ 2nd ഇയർ ആണ് വിചാരിച്ചോ. അപ്പോൾ CMA USA പാസ്സായി 2025 മുതൽ 26, 27, 28, 29, 30, 31, 32. ഇനിയിപ്പോൾ 2026 ഇനീഷ്യലൊക്കെ ആണെങ്കിൽ 31,
32 വരും. ഓക്കെ, അതായത് 7 വർഷം, സിംപ്ലി പറയുകയാണെങ്കിൽ 7 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം, 2 ഇയർ എക്സ്പീരിയൻസും കമ്പൽസറി ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പാസ്സായത് പോകും. അതെന്തായാലും പാസ്സായത് പോകണ്ടേ, കാരണം 7 വർഷം മുമ്പ് ഇയാൾ പഠിച്ചിട്ട് ഇത്രയും കാലമായിട്ടും കമ്പനിയിലും വർക്ക് ചെയ്തിട്ടില്ല, ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കമ്പനി ആളെ ഈ ഒരു പ്രൊഫഷൻ വിട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ലാവിഷായിട്ട് സമയമുണ്ട്, അതുകൊണ്ട് ഒരു റീസും വേണ്ട. 7 വർഷത്തിനുള്ളിൽ പാസ്സായതിന് ശേഷമാണ്, പാസ്സാവണതിൻ്റെ മുമ്പല്ല. നിങ്ങൾ CMA പാസ്സായതിന് ശേഷം 7 വർഷം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, 7 വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ ഈ ഡിഗ്രി സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ 2 ഇയർ എക്സ്പീരിയൻസും കൊടുത്താൽ മതി. ഡിഗ്രി ചെയ്യുന്ന പിള്ളേർക്കാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. നീ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിൽ പിന്നെ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിലും ടെൻഷനില്ല. +2 കഴിഞ്ഞ കുട്ടികൾക്ക് തീരെയും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടില്ല, ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തു, ഒപ്പം കഴിഞ്ഞു. വർക്ക് എക്സ്പീരിയൻസ് അതായത് വിത്തിൻ 3 ഇയേഴ്സ്, 1 ഇയർ കൊണ്ട് CMA USA കഴിയും. ഓക്കെ, സെക്കൻഡ് ഇയറിൽ നിങ്ങൾ വർക്കിന് കയറും, തേർഡ് ഇയറിൽ നിങ്ങൾക്ക് 2 ഇയർ എക്സ്പീരിയൻസ് ആയി. ഡിഗ്രി CMA USA ഒപ്പം തുടങ്ങിയില്ലേ, അപ്പോൾ ഡിഗ്രി 2 ഇയർ എക്സ്പീരിയൻസ് എല്ലാം 3 വർഷം കൊണ്ട് തീരും. 7 വർഷം ഉണ്ട്, പക്ഷേ നമുക്ക് എത്ര വർഷം കൊണ്ട് ചെയ്യും, 3 വർഷം കൊണ്ട് ചെയ്യും. അപ്പോൾ ഒരു 18 വയസ്സായ ആളാണെങ്കിൽ 21-ാം വയസ്സിൽ എല്ലാതുമായി വല്ല GCCയിലോ അല്ലെങ്കിൽ UK USA പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പാക്കേജസിൽ എന്ത് ചെയ്യുക, സെറ്റിൽഡായിട്ട് എന്ത് ചെയ്യുക, ജീവിക്കാനുള്ളൊരു വക CMA USA നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതാണ് നമ്മളുടെ സർട്ടിഫിക്കേഷൻ കിട്ടാനുള്ള ഓരോ കാര്യങ്ങളെന്ന് പറയുള്ളത്. ഓക്കെ, അപ്പോൾ സെക്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് പാർട്ട് 1 എന്തൊക്കെയാണ് നമ്മൾ മക്കളെ പഠിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 1 എന്താ പഠിക്കുന്നത് നോക്കാം. പാർട്ട് 1 സെക്ഷൻ A, ഫസ്റ്റ് സെക്ഷൻ എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡിസിഷൻ. ഓക്കെ, ഇതൊരു അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫസ്റ്റ് ഓഫ് ആൾ. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തേക്ക്. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണ് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. +2 ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതന്നെ. അപ്പോൾ ആ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് എക്സ്റ്റേണലി പുറത്തേക്ക്, അതായത് പബ്ലിക്കലി നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പബ്ലിക്കലി കൊടുക്കേണ്ടതുകൊണ്ട് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എക്സ്റ്റേണലി ആണ്, അതായത് ഇൻറ്റേർണലി അല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത്. അതായത് ഗവൺമെൻറ്, ഇതിൻ്റെ നമ്മളുടെ ബോഡീസ്, ഇതൊക്കെ നോക്കാനുള്ള ബോഡീസ്, ടാക്സ്, ഇവർക്കൊക്കെ നമ്മളുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ്. എന്തിനാണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സ് നമ്മൾ വേറെ ഒരാൾക്ക് കൊടുക്കുന്നത്? നമ്മളെ കമ്പനി ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കണം. പിന്നെ നമ്മളെ കമ്പനി നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണോ ഈ പൈസ ഉണ്ടാക്കി, അല്ല വല്ല തട്ടിപ്പും നടത്തിയിട്ടാണോ എന്ന് അറിയണ്ടേ. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അതുണ്ട്. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ് എന്താണ്, ഡിസിഷനാണ്. നമ്മൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഡിസിഷൻസ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ട് പഠിക്കുകയാണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, കോംപ്രഹെൻസീവ് ഇൻകം, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, നോട്ട്സ്. അതായത് നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് താഴെ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. ഇതിനെയാണ് എന്ത് പറയുന്നത്, നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. പ്രിപ്പറേഷൻ. ഫസ്റ്റ് നമ്മളിവിടെ പഠിച്ചത് ഇൻട്രൊഡക്ഷൻ ആൻഡ് ക്യാഷ് ഫ്ലോ ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ ക്യാഷ് ഫ്ലോ എന്താണെന്നുള്ളത്. പിന്നെ അതിൻ്റെ എന്ത് പഠിക്കുന്നത്, സ്റ്റേറ്റ്മെൻറ്റും പഠിക്കുന്നത്. അതായത് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയിട്ട് ഒരു സിമ്പിൾ സ്റ്റഡി ഫോർ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ഇൻ്റഗ്രേറ്റ് റിപ്പോർട്ടിംഗ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. കാരണം അത് നമ്മൾ എപ്പോഴും ഞാൻ ക്ലാസ്സസ് എടുക്കുമ്പോഴും ലാസ്റ്റ് എടുക്കുന്നത്, കാരണം ഈ ടോപ്പിക്കായിട്ട് റിലേറ്റഡ് അല്ല. പിന്നെ നമ്മൾ എന്തൊക്കെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലേക്കാണ് പോകുന്നത്. ബാലൻസ് ഷീറ്റിലുള്ളൊരു എലമെൻ്റാണ് എന്ത്, അസറ്റ് പറഞ്ഞ സംഭവം. കമ്പനിയുടെ അസറ്റ്, കമ്പനിയുടെ ആസ്തി. ഓക്കെ, അപ്പോൾ കമ്പനിയിൽ എന്തുണ്ടാവും, മെഷീനറി ഉണ്ടാവും, കമ്പനിക്ക് ലാൻഡ് ഉണ്ടാവും. ഇതൊക്കെ കമ്പനിയുടെ എന്താണ്, അസറ്റാണ്. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ അസറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വാല്യുവേഷൻ ചെയ്യുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്യാഷ് ഇക്വലൻസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്യാഷ് എങ്ങനെയാണ് ഒരു കമ്പനിയിൽ ക്യാഷ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയുടെ ക്യാഷ് ഉണ്ട്, അതെങ്ങനെ മാനേജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ക്യാഷ് കൊണ്ട് പഠിക്കുന്നത്. പിന്നെ അക്കൗണ്ട് റിസീവബിൾ. ഓക്കെ, എന്താണ് അക്കൗണ്ട് റിസീവബിൾ എന്നുള്ളത്. ഓക്കെ, അക്കൗണ്ട് റിസീവബിൾ എന്താണെന്നുള്ളതും ഓരോ എലമെൻറ്റ്സ് ആണ്. അസറ്റ്സ്, അതായത് അസറ്റ് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റത്തെ അസറ്റ് എന്ന് പറയുന്നത് താഴെ വരുന്നതാണ് എന്ത്, ക്യാഷ്. അക്കൗണ്ട് റിസീവബിൾ പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള പൈസ. ഇൻവെൻട്രി,
നമ്മൾ സാധനങ്ങൾ ഇറക്കിയത്, നമുക്ക് കച്ചവടം ചെയ്യാനുള്ള സാധനങ്ങൾ ഇറക്കിയത്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ്, ഞാൻ പറഞ്ഞില്ലേ, സ്ഥലം, നമ്മളുടെ ബിൽഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ കോപ്പിറൈറ്റ്, നമ്മൾ ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻ കമ്പനി ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ കമ്പനി ആണെങ്കിൽ നമ്മൾക്ക് പല പാട്ടുകൾ നമ്മൾ ഇറക്കും, അത് വേറെ ആൾക്കാർ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ അത് വിറ്റിട്ടാണ് നമുക്ക് ലാഭം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വേറെ ആൾക്കാർ വിൽക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ നമുക്ക് ആ ഒരു പാറ്റൻറ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് എന്തല്ല, ടാഞ്ചിബിൾ അല്ല, തൊടാൻ പറ്റണമല്ല, തൊടാൻ പറ്റാത്ത സാധനങ്ങളാണ്. അപ്പോൾ പാറ്റൻറ്റും കോപ്പിറൈറ്റും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ അതിനെ അതോറിറ്റി ഉള്ള ആൾക്കാരിൽ നിന്നും എടുക്കേണ്ട സംഭവമാണ്. അത് നമ്മളെന്താണ്, ഒരു അസറ്റാണ്. കാരണം ആ പാട്ട് നമ്മൾ കോപ്പിറൈറ്റഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് കിട്ടാൻ പോകുന്ന പൈസക്കാരുടെയാണ് നമ്മളെയും. ആ പാട്ട് നമ്മൾ എന്താണ്, ഒരു അസറ്റാണ്. ഓക്കെ, അതിനെയാണ് പൊതുവേ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ വാല്യൂഷൻ ഓഫ് ലാബിലിറ്റി, അസറ്റ് കഴിഞ്ഞു, ഇനി ലാബിലിറ്റി. ലാബിലിറ്റിയിൽ എന്താ, ഷോർട്ട് ടേം ഡെപ്റ്റ് ഉണ്ട്, ചെറിയ കടങ്ങൾ, അതുപോലെ വാറൻറ്റി ലാബിലിറ്റി, നമ്മൾ സാധനങ്ങൾ വെക്കുമ്പോൾ അതിന് എന്ത് കൊടുക്കും, വാറൻറ്റി കൊടുക്കൂലേ, അതന്നെ. പിന്നെ ടാക്സിനെ പറ്റി പഠിക്കുന്നുണ്ട്, ലീസ് പഠിക്കുന്നുണ്ട്. ലീസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെൻറ്റിനൊക്കെ വീട് എടുക്കൂലേ, അതുപോലെ മെഷീനറി എന്ത് ചെയ്യും, റെൻറ്റിന് എടുക്കും. ഓക്കെ, സിമ്പിളായിട്ട്. പിന്നെ ഇക്വിറ്റി ട്രാൻസാക്ഷൻസ്, നമ്മളെ കമ്പനിക്ക് ആരൊക്കെ ഫണ്ട് ഇറക്കി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ +2 കേട്ടിട്ടുണ്ടാവില്ല. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, US വിളിക്കുന്ന പേരാണ് എന്ത്, സിംപ്ലി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ റവന്യൂ റെക്കഗ്നീഷൻ, നമ്മളെപ്പോഴാണ് ഒരു കമ്പനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതെപ്പോഴാണ് നമ്മൾ വരുമാനമായിട്ട് കാണിക്കാൻ പറ്റുക, അതിന് കുറച്ച് എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി പഠിക്കുന്നത്. ഇൻകം മെഷർമെൻറ്റ്സ്, എക്സ്പെൻസ് എപ്പോഴാണ് കാണിക്കാൻ പറ്റുക, അതായത് ചിലവുകൾ എപ്പോഴാണ് കാണിക്കാൻ പറ്റുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതൊക്കെയാണ് സെക്ഷൻ 7 പഠിക്കാനുള്ളത്. അപ്പോൾ സെക്ഷൻ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് പഠിക്കുന്നത്. പിന്നെ അതിൽ നമ്മൾ വിട്ടുപോയൊരു സംഭവമുണ്ട്, ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ്. അതായത് ഇറ്റ്സ് എ ഫൺ ഫാക്റ്റ്, ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രാക്ടിക്കലി വരാൻ പോകുന്നൊരു സംഭവമാണ്. ഓക്കെ, വന്നിട്ടില്ല, വരാൻ പോകുന്നൊരു സംഭവമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മാത്രം, പൈസ കണക്ക് മാത്രം കാണിച്ചാൽ പോരാ. നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, അതുപോലെ നമ്മളുടെ കമ്പനിക്കുള്ള ഫെസിലിറ്റീസ്, ഫോർ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ അവൈലബിലിറ്റി, അതുപോലെ ഒരുപാട് അസറ്റ്സ് കമ്പനിയുടെ അല്ലാത്തത് കിട്ടുന്നുണ്ട്. ഇതും കൂടി എവിടെ കാണിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. ഓക്കെ, എന്തായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ അതായത് വെറും ഫണ്ടിൻ്റെ കാര്യം മാത്രം കാണിച്ചാൽ പോരാ, വേറെ നോൺ ഫൈനാൻഷ്യൽ കാര്യങ്ങളും കൂടിയും എവിടെ റിപ്പോർട്ടിങ്ങിൽ കാണിക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിപ്പോർട്ടിങ്ങിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ട്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേഷൻ എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ. ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് CMA USA വിത്ത് BCom എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിനെയാണ് എന്ത് വിളിക്കുക, ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് എന്ന് വരിക. ഒരു എന്താണ്, ഗ്രോവിങ് അല്ലെങ്കിൽ അപ്കമ്മിങ് റിപ്പോർട്ടിംഗ് മെത്തേഡാണത്. ഓക്കെ, പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ ഓരോ വർഷം ഗവൺമെൻറ് ബഡ്ജറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ കമ്പനി ഒരു ബഡ്ജറ്റ് ഉണ്ടാകും. അടുത്ത വർഷം എത്ര സെയിൽസ് നടക്കണം, അടുത്ത വർഷം എത്ര മെറ്റീരിയലുകൾ നമ്മൾ വാങ്ങണം, എത്ര എണ്ണം പുറത്തുനിന്ന് വാങ്ങണം, എത്ര ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാമെന്നുള്ളത് ഫുൾ ഡീറ്റെയിലായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് ഏത്, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് സെക്ഷൻ B, പ്ലാനിങ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്യണം, നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടാകാൻ പ്ലാൻ ചെയ്യണ്ടേ, എന്നിട്ട് അത് എന്ത് ചെയ്യണം, ബഡ്ജറ്റ് ആക്കണം, എന്നിട്ട് അത് ഫോർകാസ്റ്റ് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്, ഏതൊക്കെ തരം പ്ലാനുകളുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റിംഗ് കോൺസെപ്റ്റ്സ്, അതായത് ആരൊക്കെയാണ് ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെ മാനേജറാണ് ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത്, ആരൊക്കെയാണ് ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ എന്തൊക്കെ റൂൾസാണുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഓരോ ബഡ്ജറ്റ്സ് ഉണ്ടാക്കും. ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആൾക്കാരെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാനും, ലേണിംഗ് കർവ് എന്നൊക്കെ പറയും, ആൾക്കാർ എത്ര ടൈം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബേസ് വേണ്ടേ നമുക്ക്. നമ്മൾ വെറുതെ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയല്ല, നമ്മൾ പല കാര്യങ്ങളും അനലൈസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ അതിനാണ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ബഡ്ജറ്റിംഗ് ഉണ്ടാക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതാണ് ഫോർകാസ്റ്റിംഗ്. റിഗ്രഷൻ ഉണ്ട്, ലേണിംഗ് കർവ് ഉണ്ട്, അതുപോലെ പ്രോബബിലിറ്റി, സാധ്യത, എത്രത്തോളം സാധ്യത, അങ്ങനത്തെ ഒരുപാടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഒക്കെ.
ദെൻ ബഡ്ജറ്റിംഗ് മെത്തഡോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബഡ്ജറ്റ് ചെയ്യാൻ പോകുകയാണ്. ഏതൊക്കെ ബഡ്ജറ്റുകളുണ്ട്, അതുപോലെ തന്നെ വ്യത്യസ്ത തരം ബഡ്ജറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെ ആനുവൽ പ്രോഫിറ്റ് പ്ലാൻ പക്കാ നമ്മൾ എന്ത് ചെയ്യാണ്, മാസ്റ്റർ ബഡ്ജറ്റ് നമ്മൾ വലിയ കമ്പനിയുടെ മുഴുവൻ സെയിൽസ്, പ്രൊഡക്ഷന്, അതിനെന്ത് കോസ്റ്റ് ആവും, അതുപോലെ ലേബേഴ്സിന് എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഇതായിട്ട്, അതുപോലെ എത്ര ക്യാഷ് വേണം അതിന്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബഡ്ജറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. ദെൻ ടോപ്പ് ലെവൽ പ്ലാനിങ് ഉണ്ട്. അതായത് പ്രോഫോമ. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്തു, ആ ബഡ്ജറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തുണ്ടാക്കും, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വർഷം നമ്മൾ ബഡ്ജറ്റ് ചെയ്തു, അടുത്ത വർഷത്തേക്ക് 2025 നമ്മൾ ബഡ്ജറ്റ് ചെയ്യുകയാണ് 2026 ഫൈനാൻഷ്യൽ ഇയർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ബഡ്ജറ്റ് ചെയ്ത ഈ സെയിലും ഈ കോസ്റ്റൊക്കെ ഉണ്ടല്ലോ, മെറ്റീരിയലും ലേബറും, ഇതിൻ്റെ കണക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു എന്തുണ്ടാക്കുക, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. അതിനാണ് പ്രോഫോമ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അതും അതിൽ കവർ ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ്. ദെൻ അതിന് ശേഷം ബഡ്ജറ്റിങ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, 2025 2026 ബഡ്ജറ്റിംഗ് ഉണ്ടാക്കി. ഓക്കെ, നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ ബഡ്ജറ്റ് ഉണ്ടാക്കി, ഇത്ര ചിലവേ വരുള്ളൂ, ഇത്ര ഒരുപാട് സെയിൽസ് വരും, ഇത്ര എമൗണ്ട് സെയിൽ വരും, അതുപോലെ ലേബേഴ്സൊക്കെ എത്ര മണിക്കൂറേ വർക്ക് ചെയ്യേണ്ടുള്ളൂ, നമുക്ക് ലേബർ കോസ്റ്റ് ഇത്ര വരുള്ളൂ എന്നൊക്കെ ബഡ്ജറ്റിംഗ് നിങ്ങൾ ഉണ്ടാക്കി. ഇനി ഈ ബഡ്ജറ്റിംഗ് ഉണ്ടാക്കിയത് വെച്ച് സെക്ഷൻ സി, വേരിയൻസ് അനാലിസിസ്. ഓക്കെ, വേരിയൻസ് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വ്യത്യാസം, അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ ബഡ്ജറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇട്ട് തരാം. ബഡ്ജറ്റ് ചെയ്ത് 10,000 രൂപയുടെ സെയിലാണ്. എത്രടാ, 10,000 രൂപയുടെ സെയിൽ നിങ്ങൾ ബഡ്ജറ്റ് ചെയ്തു. പക്ഷേ ആക്ച്വലി നിങ്ങൾക്ക് എത്ര ഡോളറിൻ്റെ സെയിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, 8,000ൻ്റെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെയൊക്കെ എത്ര കുറവാടാ, എത്ര ഡോളർ കുറവാടാ, $2,000 കുറവല്ലേ. ഇതിനെയാണ് എന്ത് പറയുന്നത്, വേരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ സെക്ഷൻ മുഴുവനായിട്ട് എന്തിനെ പറ്റിയിട്ടാണ്, സെയിൽസ് വേരിയൻസ്, അതായത് നമ്മൾ കച്ചവടം ചെയ്തതിൽ കുറവാണോ കൂടുതലാണോ, ഇനി ചിലവ് കൂടുതലാണോ, ബഡ്ജറ്റ് ചെയ്തതിന് കൂടുതലാണോ കുറവാണോ, മുഴുവൻ. അതായത് നമ്മൾ ഇതുവരെയും നടത്തിയ എല്ലാ ബഡ്ജറ്റ്സിൻ്റെയും, നമ്മൾ ഒരുപാട് ബഡ്ജറ്റിങ് ചെയ്യാണ്ട് ആ ഒരുപാട് ബഡ്ജറ്റുകൾ ചെയ്തതിൻ്റെയും ഓരോന്നിൻ്റെ വ്യതിയാനം, ലേബേഴ്സ് നമ്മൾ ഒരുപാട് കൂടുതൽ മണിക്കൂർ ലേബേഴ്സ് വർക്ക് ചെയ്തോ, അതോ നമ്മൾ ബഡ്ജറ്റ് ചെയ്തതിനാകെ കുറവേ ലേബേഴ്സ് വർക്ക് ചെയ്തോളൂ ആക്ച്വലി എന്നുള്ളതാണ്. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ബഡ്ജറ്റും ആക്ച്വലും തമ്മിലുള്ള വ്യത്യാസം നോക്കുന്നതാണ്. നമ്മൾ ബഡ്ജറ്റ് ചെയ്തതും 2026 കഴിഞ്ഞപ്പോൾ നമുക്ക് എത്ര കോസ്റ്റായി, എത്ര ലാഭം ഉണ്ടായി, എത്ര സെയിൽ നടന്നു, ഇതൊക്കെയാണ് എന്തിൽ ഡിസ്കഷൻ ചെയ്യുന്നത്, വേരിയൻസ്. അപ്പോൾ സിമ്പിളാണ്, ബഡ്ജറ്റിംഗ് ആൻഡ് വേരിയൻസ് ഇസ് ടോട്ടലി കണക്റ്റഡ്, 100% കണക്റ്റഡ്. അപ്പോൾ പഠിക്കാൻ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിംഗ് കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ വേരിയൻസ് പഠിക്കുക എന്നുള്ളൊരു എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് തന്നെയാണ് വരും. ഓക്കെ. അതിനുശേഷം അതിൽ നമുക്ക് തന്നെയാണ് മെയിനായിട്ട് തന്നെയാണ് പഠിക്കാനുള്ളത്. പിന്നെ കുറച്ച് തിയറി ടോപ്പിക്സൊക്കെ ഉണ്ട്. ഓക്കെ, ചെറിയ തിയറി ടോപ്പിക്സേ വരുന്നുള്ളൂ. അതൊക്കെയാണ് നമുക്ക് A to C പഠിക്കാനുള്ളത്. അപ്പോൾ A to C നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് D to F, പാർട്ട് 1ത്തെ D to F. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിംഗ്. ഓക്കെ. ഇപ്പോൾ ചിലവ് എന്ന് ഇപ്പോൾ നമ്മൾ പറയും, നമ്മൾ കടയിൽ പോയാൽ പൈസ കൊടുത്തു, വീട്ടിൽ ചിലവ്. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ ഏത് തരം ചിലവുകളുണ്ടാവും, ആ ചിലവുകളൊക്കെ എങ്ങനെയാണ് കമ്പനി ട്രീറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റുകളൊക്കെ എന്താണ് കമ്പനി വിളിക്കുക, അങ്ങനെ ഒരുപാട് തരം കോസ്റ്റുകൾ ഒരു കമ്പനിയിലുണ്ട്. ഇതിനെപ്പറ്റി ഡിസ്കഷൻ ചെയ്യുന്നതാണ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് പഠിക്കാൻ തന്നെ തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ഇങ്ങനത്തെ കോസ്റ്റുകളൊക്കെ ഉണ്ടോ. നമ്മൾ വിചാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഇങ്ങനെ മാറും, ട്വിസ്റ്റ് ഇങ്ങനെ വരും. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ നമ്മളൊരു മൂവി കാണുമ്പോൾ നമുക്ക് നമ്മൾ ആ ക്ലൈമാക്സ് മാറുമ്പോൾ നമുക്കൊരു തിരിച്ചിലുണ്ടാവുമല്ലോ. ഓക്കെ, അതേപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് കോസ്റ്റിംഗ് പറയുന്നത്. ഓക്കെ, അതിൽ പലതരം കോസ്റ്റിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാരണം, കമ്പനി ഇപ്പോൾ ഇൻവെൻറ്ററി വാങ്ങിക്കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്ത് ഇൻവെൻറ്ററി വാങ്ങി, കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഇൻവെൻറ്ററി വാങ്ങി. അപ്പോൾ ഇൻവെൻറ്ററി വാങ്ങുമ്പോൾ ഇപ്പോൾ ഒരു മാമ്പഴ കച്ചവടക്കാരനാണെങ്കിൽ ആളൊരു സപ്ലയറിൻ്റെ നിന്ന്, അതായത് ഒരുപാട് മാമ്പഴം വിൽക്കുന്ന വലിയൊരു സപ്ലയറിൻ്റെ പോയിട്ട് എന്ത് ചെയ്യും,
ആൾക്ക് ഇവിടെ നാട്ടിൽ വിൽക്കാനുള്ള കുറച്ച് മാങ്ങ എന്ത് ചെയ്യും അല്ലെങ്കിൽ മാമ്പഴം എന്ത് ചെയ്യും വാങ്ങിക്കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ആളാണ് സപ്ലയർ. ആളിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു 50 റുപ്യക്ക് കിട്ടുന്നുണ്ടാവും. എത്രയും കിട്ടുമടാ, 50 റുപ്യക്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ ആളത് എന്ത് ചെയ്യും, വില കൂട്ടി വിൽക്കും. ഓക്കെ, അപ്പോൾ ആൾക്കിപ്പോൾ ഈ 50 രൂപ എന്നുള്ളത് ചിലപ്പോൾ ആൾ 60 വിറ്റിട്ടുണ്ടാവുക. അപ്പോൾ ഈ 50 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇതെന്താ, നിങ്ങൾ ആലോചിക്കുകയും ആൾ സപ്ലയറിൽ നിന്ന് പോയിട്ട് 50 രൂപ കൊടുത്തിട്ടല്ല ഇത് വാങ്ങി. അപ്പോൾ നമ്മളുടെ കച്ചവടക്കാരന് ഇത് കോസ്റ്റാണ്. ഓക്കെ, പക്ഷേ സപ്ലയറിന് ഇതെന്താണ്, സെല്ലിംഗ് പ്രൈസ്, ആൾ വിറ്റ വിലയാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റിനെ പറ്റിയിട്ട്, സെല്ലിംഗ് പ്രൈസിനെ പറ്റിയിട്ടല്ല ഡിസ്കഷൻ ചെയ്യുന്നത്, കോസ്റ്റിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡീറ്റെയിലായിട്ട് ഡിസ്കഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനിക്ക് എന്തൊക്കെ കോസ്റ്റ് ഉണ്ടാവും ഇവിടെ. കമ്പനിക്ക് ഇൻവെൻട്രി വാങ്ങണം, അസെറ്റ് വാങ്ങണം. ഫോർ എക്സാമ്പിൾ ഇൻവെൻട്രി ഒരു അസെറ്റല്ലേ. അപ്പോൾ അസെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെൻട്രി ചിലപ്പോൾ എന്ത് വാങ്ങേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങേണ്ടി വരും, ബിൽഡിംഗ് വാങ്ങേണ്ടി വരും, പ്ലാന്റ് വാങ്ങേണ്ടി വരും, ഒരുപാട് സാധനങ്ങൾ കമ്പനിക്ക്, മെഷീനറി വാങ്ങേണ്ടി വരും. ഇതൊക്കെ കമ്പനിക്ക് എന്താണ്, കോസ്റ്റാണ്. കമ്പനിയുടെ അസെറ്റ് വാങ്ങാനുള്ള കോസ്റ്റാണ്. അപ്പോൾ ഈ കോസ്റ്റുകളൊക്കെ എങ്ങനെയാണ് കമ്പനി സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുക, അല്ലെങ്കിൽ കമ്പനി അതിനെ എങ്ങനെയൊക്കെ വിളിക്കുക, എന്തൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക, അങ്ങനെ ഡീറ്റെയിൽ ഒരു കമ്പനിയിൽ നടക്കുന്ന കോസ്റ്റിനെ, കോസ്റ്റിംഗ് പറഞ്ഞ ഒരു ടോപ്പിക്ക് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏകദേശം ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സീമ USA ഓരോന്നിനും അതിൻ്റെതായ എന്തുണ്ട്, വാല്യൂ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ പക്ക 2 തിയറി സെക്ഷൻസാണ്. ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ടെക്നോളജി, രണ്ടും പക്ക എന്താണ്, കണക്റ്റഡ് ആണ്. ഓക്കെ, ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു കമ്പനി തുടങ്ങാൻ പോവുകയാണെങ്കിൽ ആ കമ്പനിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളെങ്ങനെ ഒരു കമ്പനീനെ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യാം. ഓക്കെ, എങ്ങനെയാടാ ഇൻറ്റേർണലി കൺട്രോൾ ചെയ്യുക എന്നാണ് ഏതിൽ പഠിക്കുന്നത്, ഇൻറ്റേർണൽ കൺട്രോൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ CCTV ക്യാമറകൾ വെക്കുക, ഒരുപാട് പോളിസീസ് വെക്കുക, ഇന്ന സമയത്ത് നമ്മളുടെ ഓഫീസിലെത്തണം, അല്ലെങ്കിൽ ഹാഫ് ഡേ കിട്ടൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ ഉള്ളിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് എൻവിയോൺമെൻറ്റ്, ഒരു ഗുഡ് വർക്കിംഗ് എൻവിയോൺമെൻറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാൻ എപ്പോഴും പറയുന്നൊരു എക്സാമ്പിളാണ്, ഒരു ഗ്യാരേജ് അല്ലെങ്കിൽ ഒരു ഗ്യാരേജ് എന്ന് പറയേണ്ട ഒരു ഗോഡൗൺ, കുറേ മാങ്ങ ഇരിക്കുന്നുണ്ട് ആ ഗോഡൗണിൽ. അപ്പോൾ ആ ഗോഡൗൺ നൈറ്റ് അടക്കുന്നില്ല, അവിടെ CCTV ഇല്ല. ഓക്കെ, അപ്പോൾ അസ്യൂഷ്വലി അവിടുത്തെ നാട്ടുകാർ എന്ത് കാട്ടും എന്ന് പറഞ്ഞേക്ക്, അവിടുത്തെ നാട്ടുകാർ എന്ത് കിട്ടും, CCTV ഇല്ല, അടക്കണമില്ല, ആൾക്കാർ പോയിട്ട് മാങ്ങ എടുത്തോണ്ടിരും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ നെഗറ്റീവിൽ ബാധിക്കുന്ന ഒരു സംഭവമാണല്ലോ. നമ്മൾ ഇൻവെൻട്രി തോന്നിയാലും എടുത്തോണ്ടാൻ പറ്റുമോ, അപ്പോൾ നമ്മൾ എന്ത് കിട്ടും, അവിടെ CCTV വെക്കും, ഇഷ്യൂ സോൾവ്ഡ്. ഓക്കെ, ഈ പരിപാടി ഒരു കമ്പനിയിലെ ഓരോ കാര്യങ്ങളിലും നമുക്ക് എങ്ങനെ ചെയ്യുക, ഇൻറ്റേർണലി എങ്ങനെ കൺട്രോൾ ചെയ്യുക. എക്സ്റ്റേണലി ഉള്ള ആൾക്കാരും നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്, നമ്മളെ കമ്പനിയിലത്തെ എംപ്ലോയീസും നമ്മൾ എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ നമ്മളൊരു ബിസിനസ് റണ്ണ് ചെയ്യുമ്പോഴും, അതുപോലെ നമ്മളൊരു കമ്പനിയിൽ പോയി ഇപ്പോൾ നമ്മളൊരു എംപ്ലോയി ആയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണെങ്കിലും നമ്മൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പക്ക ടെക്നോളജി, AI വളരെ ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, AI എന്താണെന്നും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ടെക്നോളജിക്കൽ നോളജ്, അതാണ് ടെക്നോളജിയിൽ നിന്ന് നമുക്ക് ഗെയിൻ ചെയ്യാൻ കഴിയാൻ പോകുന്നത് കിട്ടുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മളുടെ കമ്പനി ഫേസ് ചെയ്യാൻ പോകുന്ന സൈബർ അറ്റാക്സ്, വൈറസ് കാര്യങ്ങൾ, ട്രോജൻ ഹോഴ്സസ് എന്നൊക്കെ പറഞ്ഞ പേരുകളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെ കമ്പനിയുടെ ലാപ്ടോപ്പിൽ നമ്മൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല, അതുപോലത്തെ കമ്പനിയിൽ എന്തൊക്കെ സെക്യൂരിറ്റീസ് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ നമുക്കൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമുക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്, ഇനി നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാനും അറിയേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ EF നമ്മൾ കണക്റ്റഡ് ആണ്. കാരണം കമ്പനിയിൽ എന്തിനാണ് പാസ്വേഡ് വെക്കുന്നത്, കമ്പനിയിലത്തെ ആൾക്കാർ കമ്പനി അക്കൗണ്ട്സിൽ കയറാതിരിക്കാനും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്വേഡ് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ടെക്നോളജി അല്ലേ, പക്ഷേ അതൊരു ഇൻറ്റേർണൽ കൺട്രോളുമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്, കണക്റ്റഡ് ആണ്. ടെക്നോളജിയിൽ ഫുള്ളി ടെക്നോളജിക്കൽ കാര്യങ്ങൾ ആണ് മെയിനായിട്ട് പറയുന്നത്. ഇൻറ്റേർണൽ കൺട്രോളിൽ ടെക്നോളജി ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ ആണ് മിക്സ് ചെയ്ത് ഞാൻ പഠിക്കുന്നതിന് മുമ്പേ ഒറ്റ സെക്ഷനായിരുന്നു. പിന്നെയാണ് അതെന്തായത് 2 സെക്ഷനായി. ആദ്യം 5 സെക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, മാത്രമേ അതിൽ തന്നെ ഇൻറ്റേർണൽ കൺട്രോളും ടെക്നോളജി ആയിരുന്നു. കാരണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ടും അപ്പം എന്താണ്, കണക്റ്റഡ് ആണെന്നുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പാർട്ട് 1 ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്.
ദെൻ പാർട്ട് 2 പറ്റിയിട്ട് ഡിസ്കഷൻ ചെയ്യുക. ഒട്ടും ടൈം കളയണ്ട നമ്മൾ. പാർട്ട് 2 പാർട്ട് 1 ഇപ്പോൾ നമ്മൾ ഏകദേശം നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടി. പാർട്ട് 2 എന്തൊക്കെയാണ് പഠിക്കണം നോക്കാം. ഓക്കെ, പാർട്ട് 2 ഇപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് കുറേ ഡിസ്കഷൻ ചെയ്തു. സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി. ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു ബാലൻസ് ഷീറ്റ് വലിയൊരു ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആംഗി മനസ്സിലാവില്ല. ഈവൺ യു ഹാവ് എ ഗുഡ് നോളജ് അബൌട്ട് ദ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്, എന്നാലും നിങ്ങൾക്ക് ഒരു ആംഗി മനസ്സിലാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കുക അറിയുന്നത് ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു ആൾക്കാർക്കും കഴിയാത്തൊരു സംഭവം. കാരണം അതിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് ഇത് വന്നത്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും ഇൻസൈറ്റ്സ് നമ്മളെ ബ്രെയിൻക്ക് കയറണം. അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതറിയുന്ന ആൾക്കാർ ഇതിന് നമുക്കൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണ് എന്ത്, എവിടെടാ അത്, റേഷ്യൂസ്. ഓക്കെ, എന്താണ് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ഇതുപോലെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് പാർട്ട് 1 സെക്ഷൻ 7 പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്ത ആ സാധനങ്ങൾ വെച്ച് ഓക്കെ റേഷ്യോ ഉണ്ടാക്കുക. ഒരു ഫോർ എക്സാമ്പിൾ സിംപ്ലി ഞാനൊരു സംഭവം പറഞ്ഞുതരാം. കറൻറ്റ് റേഷ്യോ, കറൻറ്റ് അസറ്റ് ഡിവൈഡ് ബൈ കറൻറ്റ് ലയബിലിറ്റി. കമ്പനിയുടെ ഷോർട്ട് ടേം അസറ്റുകളാണ് ക്യാഷ്, ഇൻവെൻട്രി. ഇതൊക്കെ ഷോർട്ട് ടേമിൽ നമുക്ക് വിറ്റ് ഒഴിവാക്കാൻ പറ്റില്ല. ഇൻവെൻട്രി പെട്ടെന്ന്, അല്ല ക്യാഷ് നമ്മുടെ കയ്യിലുള്ളതാണ്, കുഴപ്പമില്ല. അപ്പോൾ കറൻറ്റ് ലയബിലിറ്റി പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിന് താഴെയുള്ള ചെറിയ ചെറിയ ലോണുകൾ, പേബിൾസ്, ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ, ഇതൊക്കെ ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റി പറയുന്നത്. അപ്പോൾ കറൻറ്റ് അസറ്റ് ഡിവൈഡ് ബൈ കറൻറ്റ് ലയബിലിറ്റിയാണ് കറൻറ്റ് റേഷ്യോ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിലത്തെ കറൻറ്റ് അസറ്റ് കൊടുത്തു, ബാലൻസ് ഷീറ്റിലത്തെ ലയബിലിറ്റീസ് എടുത്ത് കറൻറ്റ് ലയബിലിറ്റി എടുത്തു. ഇത് വെച്ചിട്ട് നമുക്ക് 2 കിട്ടിയ ആൻസർ. ഓക്കെ, എങ്ങനെയാടാ 2 കിട്ടുക ചോദിക്കുക. 2 ഡിവൈഡ് ബൈ 1 അടിച്ച് കഴിഞ്ഞാലല്ലേ 2. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? കറൻറ്റ് അസറ്റ് 2 കറൻറ്റ് ലയബിലിറ്റി 1. അതായത് ആ കമ്പനിയുടെ ലയബിലിറ്റിയുടെ 2 ഇരട്ടി എന്തുണ്ട്, അസറ്റ് ഉണ്ട്, കറൻറ്റ് അസറ്റ് ഉണ്ട്. വേറൊരു രീതി പറയുകയാണെങ്കിൽ ആ കമ്പനിയുടെ കറൻറ്റ് അസറ്റ് വെച്ചിട്ട് ലയബിലിറ്റി എത്ര തവണ അടച്ചു കൂട്ടാൻ കഴിയും? 2 തവണ അടച്ചു കൂട്ടാൻ കഴിയും. അപ്പോൾ ആ കമ്പനീൻ്റെ എന്തുണ്ട് എന്നർത്ഥം? കമ്പനിയുടെ ലയബിലിറ്റിയിൽ മുങ്ങി കിടക്കല്ലേ കമ്പനിയിൽ എനഫ് മണി ഉണ്ട് കമ്പനിയുടെ ലയബിലിറ്റീസ് എന്ത് ചെയ്യാൻ, കൊടുത്ത് തീർക്കാൻ എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറൻറ്റ് റേഷ്യോ അറിയുന്ന ഒരാൾക്ക് കറൻറ്റ് റേഷ്യോ 2. ഇപ്പോൾ ആസ് എ CMA എന്നോട് പറയണത് നിങ്ങളെ കമ്പനിയുടെ കറൻറ്റ് റേഷ്യോ 4. ഓക്കെ, ആസ് എ CMA, ഇപ്പോൾ നോൺ CMA ആയിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവുണ്ടാവില്ല. കറൻറ്റ് റേഷ്യോ ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലാവുണ്ടാവും, അല്ല നിങ്ങൾക്ക് മനസ്സിലാവുമോ? കറൻറ്റ് റേഷ്യോ 4 നിങ്ങളെ കമ്പനിയുടെ എന്ന് പറയാം. MS റെട്രോൻ്റെ കറൻറ്റ് റേഷ്യോ 4 പറയാം. ഓക്കെ, അപ്പോൾ എനിക്കറിയാം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നല്ല രീതിയിൽ അസറ്റ്സ് നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളെ ടീമിനെ നമ്മൾ എന്ത് ചെയ്യും, കൺഗ്രാജുലേഷൻ അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിന് പറ്റുന്നത്? എനിക്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടാണോ? ഇല്ല, എന്നോട് എന്ത് പറഞ്ഞിട്ടുള്ളൂ? നിങ്ങളെ കറൻറ്റ് റേഷ്യോ 4 പറഞ്ഞിട്ടുള്ളൂ. ആ 4 എനിക്ക് എന്ത് കിട്ടി? നമ്മളെ കമ്പനി ഗുഡാണ്, നല്ല രീതിയിലാണ് ഫൈനാൻസ് മാനേജ് ചെയ്യുന്നത് എന്ന് കിട്ടി. അപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾക്കും എന്ത് ചെയ്യേണ്ടത്, ഈ റേഷ്യോ പഠിച്ചുകൊണ്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇതാണ് ഫുള്ളി റേഷ്യൂസ് പറഞ്ഞത്. ഇതൊക്കെ പലതരം റേഷ്യൂസാണ്. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വളരെ ഈസി ആയിട്ടും പഠിക്കാൻ പറ്റിയൊരു സെക്ഷനാണ്. തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൽ പിന്നെ ഒരു ചെറിയ തിയറി സെക്ഷനും വരുന്നുണ്ട്, ചെറിയൊരു ഭാഗം. കോർപ്പറേറ്റ് ഫൈനാൻസ്, ഇറ്റ് ഈസ് ദ മാസ്റ്റർ ഓഫ് CMA USA. നമ്മളുടെ CMA USAയുടെ ഏറ്റവും വലിയ സെക്ഷൻ കോർപ്പറേറ്റ് ഫൈനാൻസ്. യാതൊരുവിധ ഇടങ്ങേറുമില്ല, വളരെ ഫ്രീ അപ്പായിട്ട് തന്നെ പഠിച്ചു പോവുക. പക്ഷേ കുറച്ച് ലെങ്തിയാണ്. ഓക്കെ, കമ്പയറിങ് ടു അനദർ സെക്ഷൻസ് കേട്ടോ, അല്ലാതെ ലെങ്തി ആണെന്ന് പറയാനുള്ളതല്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു നോർമലി ഒരു 14 to 20 ദിവസമൊക്കെ നമുക്ക് നോർമലി ഏറ്റവും ഞാൻ എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ടൈം മതി. അപ്പോൾ ഞാൻ എടുക്കുമ്പോൾ തന്നെ അത്ര ടൈം എടുക്കും. അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ മുകളിലൊക്കെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫാക്കൽറ്റീസ് ഉണ്ട്. ഡെപ്തായിട്ട് തന്നെ പോകുന്നവരും കുറച്ചും കൂടി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവറേജ് 1 month to 20 to 1 month ആണ്, 20 days to 1 month ആണ് ഇതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും വലിയ സെക്ഷനാണ്. ബാക്കിയുള്ള സെക്ഷന് 8-10 ടൈം കൊണ്ടൊക്കെ കഴിയുമ്പോൾ ഇതിന് അത്രയും ടൈം എടുക്കും. പക്ഷേ എന്താണ് ഇതിൽ പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഒരു കമ്പനി തുടങ്ങി ആ കമ്പനി പൂട്ടണ വരെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ബേസിക് മാത്രം എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇത് മുഴുവനായിട്ട് ഇതിൽ പഠിക്കുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. ഇവൻ ചിലവർക്കൊരു വില്ലനാവാൻ സാധ്യത ഉള്ള ഒരു സാധനം കൂടിയാണെന്നുള്ളത് സിൻസിയർലി അല്ലെങ്കിൽ ഹോണസ്റ്റ്ലി ഞാൻ പറയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഒരുപാട് ഇതിൻ്റെ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. കാരണം എത്രങ്ങാനും ടിക്കാണ് ഞാൻ പെട്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കാരണം അത്രയും ടോപ്പിക്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ടോപ്പിക്സ് സിമ്പിൾ പക്ഷേ ലെങ്തി. അപ്പോൾ ഇവനെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നോക്കിയും കണ്ടും മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് ഊരി അങ്ങോട്ട് പോകും. അപ്പോൾ വളരെ ഈസി ആയിട്ട് പഠിക്കുക, ഓർമ്മിച്ച് വെക്കുക, പഠിക്കുന്നത് അപ്പം തന്നെ മണ്ടയിലോട്ട് അങ്ങോട്ട് കയറ്റുക. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ. ദെൻ എയും ബിയും പറഞ്ഞു. ബി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഒരു കമ്പനി പൂട്ടുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ ചെയ്യേണ്ടത്. അതുപോലെ ഒരു കമ്പനി വേറൊരു കമ്പനീനെ നമ്മളിപ്പോൾ വേറൊരു കമ്പനീനെ വാങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യേണ്ടത്, ഭയങ്കരമായിട്ട് നമ്മളെ ഒരു പിടിച്ചിരുത്തുന്ന എന്തോ അതിലുള്ള പോലെ നമുക്ക് തോന്നും. ഈവൻ നമുക്ക് ചിലപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ എത്ര ഇത് തീരുന്നില്ലല്ലോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊരു വർക്കൊക്കെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കത് അങ്ങോട്ട് മനസ്സിലായി കിട്ടുമല്ലോ. ഇപ്പോൾ ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ലേ, എനിക്ക് മനസ്സിലാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്നുള്ള ഒരു റിയലൈസ് ചെയ്യുന്നൊരു മൊമെൻറ്റ് വളരെ ഹാപ്പി ആയിട്ടുള്ള. അപ്പോൾ എൻ്റെ ബ്രദറും ഞാനാണ് ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബ്രേക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്നൊരവസ്ഥയാണ്. അതുപോലെ മാർക്കറ്റിങ്ങിലൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ എനിക്കറിയണതാണല്ലോ, ഞാനിത് ഒരു കാലത്ത് ഇതിപ്പോൾ ഞാൻ പഠിച്ചതാണല്ലോ എന്നൊക്കെ തോന്നുമ്പോൾ പ്രൗഡ് മൊമെൻ്റാണ് റിയലി. ഓക്കെ. അപ്പോൾ എയും ബിയും പറഞ്ഞു. ദെൻ C to F ആണല്ലേ വരുന്നത്. ഓക്കെ. ദെൻ C to F. ഓക്കെ. അപ്പോൾ എന്താണ് സി? നെക്സ്റ്റ് സി ആണ് വരുന്നത്. ബി കഴിഞ്ഞു സി. ഡിസിഷൻ അനാലിസിസ്. അതിൽ തന്നെ ഉണ്ട് കമ്പനിയിൽ ഡിസിഷൻസ് എടുക്കേണ്ടി വരും. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് അല്ലേ, അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഡിസിഷൻസും എടുക്കേണ്ടി വരും. തോന്നിയ പോലെ ഡിസിഷൻസ് എടുക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കണക്ക് കൂട്ടി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, എടുക്കണം. അതിനാണ് കോസ്റ്റ്, CVP അനാലിസിസ്, അതുപോലെ തന്നെ മാർജിൻ അനാലിസിസ്, അതുപോലെ മെയ്ക്ക് ഓർ ബൈ. ഇതൊക്കെയാണ് മെയിൻ ഡിസിഷൻസ് വരുന്നത്. നമ്മളെ കമ്പനിയിൽ മെയ്ക്ക് ചെയ്യണോ അതോ പുറത്തുനിന്ന് ബൈ ചെയ്യണോ, നമ്മളെ കമ്പനിയിലൊരു പെട്ടെന്നൊരു സ്പെഷ്യൽ ഓർഡർ വന്ന് കഴിഞ്ഞ് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ, സെൽ ഓർ ഫർദർ പ്രോസസ്സ്. സിമ്പിളി പെട്രോൾ എപ്പോഴും എല്ലാ ഫാക്കൽറ്റീസും പറയുന്ന ഒരു എക്സാമ്പിളാണ്. പെട്രോൾ നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പവർ പെട്രോളോ അങ്ങനത്തെ ഒരു സംഭവമല്ലേ, അതന്നെ. അപ്പോൾ സാധാ പെട്രോൾ വിൽക്കണോ അതോ കുറച്ചും കൂടി റിഫൈൻ ചെയ്തിട്ട് നല്ലത് വിൽക്കണോ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി കൂട്ടണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ, ചേഞ്ച് ഔട്ട്പുട്ട് ലെവൽ മാറ്റണോ, നമുക്ക് ഇനി സാധനങ്ങൾ ഇനിയും ഒരുപാട് ഉണ്ടാക്കണോ, അതുപോലെ തന്നെ ഡിമാൻഡ് സപ്ലൈ പ്രൈസിങ്. നോർമലി ബേസിക് എക്കണോമിക്സ് എന്ന് തന്നെ പറയാം. നമ്മൾ PG എന്ന് പറയുക +2 പഠിച്ചിട്ട് അടുത്ത സാധനം തന്നെ പിന്നെ ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് നോ വറീസ്. ദെൻ ഇങ്ങനെ കമ്പനിയിൽ പല ഡിസിഷൻസ് എടുക്കാണ്ടാവും. അപ്പോൾ ഈ ഡിസിഷൻസൊക്കെ എങ്ങനെ എടുക്കുക, എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾക്കിപ്പോൾ മേക്ക് ഓർ ബൈ ഞാൻ പറഞ്ഞുതരാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു മനസ്സിലാവാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. 2 രൂപയ്ക്ക് നമുക്ക് ഇവിടെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും. പുറത്ത് വിൽക്കുന്നത് 3 രൂപക്കാണ്. നമ്മളെന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടാക്കിയാൽ പോരെ. 2 രൂപയ്ക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും, 3 രൂപയ്ക്ക് പുറത്തുനിന്ന് ആ സാധനം കിട്ടണം. ഓക്കെ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ സാധനത്തിന് നമ്മളെ ഈ പെന്നിന് 2 രൂപയാണ് വില. ഇവിടെ ഞാൻ എൻ്റെ കമ്പനിയിൽ ഉണ്ടാക്കുമ്പോൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ അതിന് 3 രൂപയാണ് പറഞ്ഞു. ആരെങ്കിലും വാങ്ങൂടാ. എന്തിനാണ് നമ്മളെ കയ്യിൽ തന്നെ ഇതിൻ്റെ വില കുറഞ്ഞ സാധനം ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മളിത് പുറത്ത് പോയി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളുടെ ഡിസിഷൻ എന്താണ്, മെയ്ക്ക്. പക്ഷെ എത്ര പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അതിനെന്ത് ചെയ്യണം, അതിനെന്ത് ചിലവാകണമെന്നുള്ളത് കണക്കൂട്ടേണ്ടി വരും. വേറെ കുറേ കൺസിഡറേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ നമുക്ക് ആ എക്കണോമിക്സിൻ്റെ ഭാഗം എക്വിലിബ്രിയം, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എപ്പോഴും പാടുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതായത് സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആവുന്ന പോയിൻ്റ്. നമ്മളെ ഇറക്കിയ സാധനം മൊത്തം എന്ത് ചെയ്യും, വിറ്റ് പോകും. 10 എണ്ണം ഇറക്കി കഴിഞ്ഞാൽ 10 എണ്ണം വിറ്റ് പോകും. അതിനാണ് ആ ഒരു ഇടങ്ങേറ് പിടിച്ച പേര് പറയുന്നത്. ഞാൻ ഇടങ്ങേറായിട്ട് എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ എന്താണ്, റിസ്ക് മാനേജ്മെൻ്റ് ആണല്ലേ ഏറ്റവും ചെറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും വേറൊരു സെക്ഷൻ ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 ദിവസം ഇറ്റ്സ് എനഫ്. 2 ദിവസം കൊണ്ട് നമുക്ക് 1 ദിവസം കൊണ്ട് തന്നെ എടുക്കുകയാണെങ്കിൽ, പിന്നെ നമ്മളൊരു ഹാഫ് ഡേ ആണെങ്കിൽ 2 ദിവസം കൊണ്ട് റിസ്ക് മാനേജ്മെൻറ്റ് കഴിയും. ഇൻ ഓഫ്ലൈൻ ക്ലാസ് അത്രയും ചെറിയ സെക്ഷൻ നമുക്ക് ഒരു വില കൊടുക്കാൻ, അതായത് നമുക്ക് ഒരു കാര്യമായിട്ട് തോന്നുകയാണ് അറിയില്ലേ, അതിന് സംഭവമില്ലാത്തതാണ്. അത് കമ്പനി എന്തൊക്കെ റിസ്ക്കുകൾ ഫേസ് ചെയ്യുന്നുണ്ട്, ആ റിസ്ക്കുകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം കഴിയും, അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ.
നമ്മളെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുക. അതിൽ തന്നെ ഉണ്ട്. ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ, വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്, വേറെ ഫണ്ട് ഇറക്കാനകരം മെയിൻലി ഇതിൽ ഡിസ്കഷൻ ചെയ്യുന്നത് ഫണ്ടിൻ്റെ അല്ല. ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നത് നമ്മൾ പുതിയൊരു മെഷീനറി വാങ്ങണോ വേണ്ടേ എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പുതിയൊരു, അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലടാ അത്. നമ്മളെ കമ്പനി എന്തിനാണ് മെഷീനറി വാങ്ങണത് എന്ന് ആലോചിക്കും. ഇപ്പോൾ എന്താ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ചപ്പാത്തി കമ്പനി. ഒരു ചപ്പാത്തി കമ്പനിയിൽ ചപ്പാത്തി പ്രസ് ചെയ്യുന്ന മെഷീനറി വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളെ പഴയ മെഷീനറി മാറ്റിയിട്ട്, പഴയ മെഷീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് മാവ് കുഴക്കുന്നത് മാത്രമാണ്. പിന്നെ നമ്മളിപ്പോൾ പുതിയ ഇറക്കാൻ പോകുന്നത് മാവ് കുഴക്കും, അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യും, പ്രസ് ചെയ്യും. നമുക്ക് ചുട്ടാൽ മാത്രം മതി വിചാരിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മളിനിപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പലതും കൺസിഡറേഷൻ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ മെഷീനറി നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിയതിന്, നല്ല പൈസ കൊടുത്ത് വാങ്ങിയതിനാണ്. ഇപ്പോൾ വാങ്ങണമെങ്കിലും എന്ത് വേണം, ഫണ്ട് വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിക്ക് ഇത് ലാഭമാണോ നോക്കണ്ടേ. ഓക്കെ, നമ്മളെ കമ്പനിക്ക് ഇതുകൊണ്ട് കച്ചവടം കൂടുമോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പല ക്രൈറ്റീരിയാസ് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ പുതിയൊരു സാധനം, പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. ഇപ്പോൾ അതിന് നമ്മൾ പുതിയൊരു പൈസ ഇടുകയല്ലേ, എന്തിനാണ് അവിടെ പൈസ ഇടുന്നത്, അതുകൊണ്ടാണ് അതിനെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. എന്തിനാണ് നമ്മളിപ്പോൾ പുതിയൊരു മെഷീനറി വാങ്ങുന്നത്. ആ മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ എന്തുണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം. പിന്നെ കുറേ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, അത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് മുതലാവുമോ എന്ന് നോക്കണ്ടേ. ജസ്റ്റ് നമ്മളൊരു കച്ചവടക്കാരനായിട്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടണുള്ളൂ. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഇവിടെ ആവശ്യമില്ലെങ്കിൽ ഇപ്പോൾ വാങ്ങണോ. ഇവിടെ നമുക്കിപ്പോൾ ഇങ്ങനെ പോയാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ പോകണമാണ് ബെറ്റർ എന്ന് തോന്നിക്കഴിഞ്ഞാൽ വാങ്ങണ്ടല്ലോ. നമുക്ക് ആൾക്കാർ കണ്ടമാനമുണ്ട്, പക്ഷേ നമുക്കിത് എത്തിക്കാൻ പറ്റണില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴല്ലേ നമുക്ക് ഫാസ്റ്റ് ആക്കാൻ നമ്മൾ നോക്കുക, പെട്ടെന്ന് ചപ്പാത്തി വേണമെന്ന് നോക്കുക. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേന്ന് ഉള്ളത്. ഓക്കെ, പിന്നെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് ലാഭം കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ബാക്ക് എന്ന് പറയും. പേ ബാക്ക്, നമ്മളങ്ങോട്ട് പേ ചെയ്തു, നമ്മളങ്ങോട്ട് എന്ത് ചെയ്തോടാ, പേ ചെയ്തു. അതിന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, വരണം. അപ്പോൾ ഞാൻ 10,000 രൂപയ്ക്ക് ഒരു മെഷീനറി വാങ്ങി, അതുകൊണ്ട് ചപ്പാത്തി വിറ്റ് 10,000 ഇങ്ങോട്ട് വരണമെങ്കിൽ എത്ര കൊല്ലം എടുക്കും. ഓക്കെ, അതാണ് പേ ബാക്ക്. അപ്പോൾ അത് പല മെത്തേഡ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സംഭവമാണ്. അതുകൊണ്ട് ദെൻ ലാസ്റ്റ് ആസ് യൂഷ്വലി നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത്. ദെൻ വി ഹാവ് സം എത്തിക്സ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു എംപ്ലോയീനോട്, അല്ലെങ്കിൽ ഒരു മനുഷ്യനോട്, അതൊക്കെ പോകുന്നതിൻ്റെ മുമ്പേ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മൾ എന്തൊക്കെ ചെയ്യണം. പിന്നെ നമ്മളൊരു കമ്പനിയിൽ എന്തൊക്കെ ചെയ്യണം. നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ എത്തിക്സ് നമ്മളെ എംപ്ലോയീസിനോട്ട് കാണിക്കണം. ഇങ്ങനെ നമുക്ക് കുറച്ച് സ്ട്രിക്ട്ലി ആയിട്ടുള്ള എത്തിക്സ് ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ നല്ലൊരു എംപ്ലോയി ആയിരിക്കണം, നല്ലൊരു ബിസിനസ് മാൻ ആയിരിക്കണം, നല്ലൊരു പേഴ്സൺ ആയിരിക്കണം, എല്ലാതും ആയിരിക്കണം. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CMA ഈസ് നോട്ട് എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കൊടുക്കുന്ന ഒരു കോഴ്സല്ല, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. നമ്മളൊരു പ്രൊഫഷണലാണ്. അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ളൊരു എബോ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മളെ ബോഡി നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ, ഓക്കെ, ഒരു ഡോക്ടറിന് എത്തിക്സ് ഉണ്ട്. അതൊരു പ്രൊഫഷനാണ് നമ്മളെ പോലെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഞാൻ വയ്യാതെ, എനിക്ക് നെഞ്ചുവേദനയാണ്, ഭയങ്കര നെഞ്ചുവേദനയായിട്ട് എൻ്റെ ഉമ്മ ഇപ്പം നൈറ്റ് എന്നെ എവിടെ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഈ ഡോക്ടർ പറയാണ്, ഇപ്പം എൻ്റെ ഡ്യൂട്ടി ടൈം അല്ല, എനിക്കിപ്പോൾ നോക്കാൻ പറ്റൂല എന്ന്. അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ ആരും മരിക്കൂടാ, ഞാൻ മരിക്കൂലേ. അപ്പോൾ ഒരു ഡോക്ടറായി തീരുമ്പോൾ ആൾക്ക് ഡോക്ടേഴ്സിനും എന്തുണ്ട്, എത്തിക്സ് ഉണ്ട്. ഏതൊരു ടൈമിലും ഒരു പേഷ്യൻ്റ് വന്ന് കഴിഞ്ഞാൽ ആളെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായ? ഏതൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാലും ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആസ് എ പ്രൊഫഷണൽ ഡോക്ടർ, അല്ലെങ്കിൽ ആസ് എ എത്തിക്കൽ ഡോക്ടർ, ആളെന്ത് ചെയ്യണം, എന്നെ ട്രീറ്റ് ചെയ്യണം, എൻ്റെ രോഗം മാറ്റാൻ ശ്രമിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ഒരു ബിസിനസ്സിൽ നമ്മളുടെ മുതലാളിനെ പറ്റിക്കരുത് നമ്മൾ. അതുപോലെ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ നമ്മളെ എംപ്ലോയീസിനെ നമ്മൾ പറ്റിക്കരുത്. അതേ ഒരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാതിരിക്കുന്നതിന് തുല്യം ആണ്. ഓക്കെ, ഇറ്റ്സ് ഓൾ അബൌട്ട് CMA USA ടോപ്പിക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ CMA USA ടോപ്പിക്.
അതുപോലെ ഓവർവ്യൂ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഏകദേശം നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ്സസ് തുടങ്ങുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, മോർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ക്ലാസ്സസൊക്കെ നമുക്ക് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. അത് ആലോചിച്ചിട്ട് ആരും വെറീഡ് ആവണ്ട. ക്ലാസ്സസ് നിങ്ങൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾസ്, ബെസ്റ്റ് നോളേജ് മാത്രം കിട്ടിയാൽ പോരല്ലോ, തലയിൽ മാത്രം കിട്ടിയാൽ പോരല്ലോ, ഇതവിടെ എങ്ങനെ വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് എങ്ങനെ കയറി പറ്റുക, ഇതെല്ലാം നമ്മൾ ഡിസ്കഷൻ ഓരോ ടൈമിലും ഡിസ്കഷൻ ചെയ്യും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമല്ല, അതിങ്ങനെ ലാഗാക്കിയിട്ട് ഇപ്പോൾ എല്ലാവരും പറയൽ എന്തല്ല, പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ എന്തായാലും എല്ലാവരും പഠിക്കാനായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സസ് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മനസ്സിൽ വെച്ച് പിന്നെ CMA ആവണം എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്കും ആവാം CMA. ഓക്കെ, നല്ലൊരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും നിങ്ങളെല്ലാവരും നന്നായിട്ട് കാണണമെന്ന് വിഷ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.